അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധമായ ജീവിത അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അത്തരക്കാരിൽ ഉൾപ്പെടുത്തി നാളെ സ്വർഗാവകാശികളിൽ കുടുംബക്കാരോടൊത്ത് മാതാപിതാക്കളോടൊത്ത് ഭാര്യ സന്താനങ്ങളോടൊത്ത് സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് പല ആളുകളും മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു ധാരണയുണ്ട്. തിങ്കളാഴ്ച മുതൽ നന്നാകാം, അല്ലെങ്കിൽ 1-ാം തീയതി മുതൽ നന്നാകാം. ഇപ്പൊ ജനുവരി 1 ആണ് വരുന്നത്, 2025. അപ്പൊ അതുകൊണ്ട് 1-ാം തീയതി മുതൽ നന്നാകാം എന്ന് തീരുമാനിച്ച് 1-ാം തീയതി മുതൽ നന്നായി 2-ാം തീയതി മുതൽ വീണ്ടും പഴയ കോലത്തിലേക്ക്, അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് നടക്കുന്ന ഒരു പ്രത്യേക തരം അവസ്ഥയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതനുസരിച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള ഖതീബുമാരും ആ ജനുവരി 1 എന്തോ ഒരു പ്രാധാന്യമുണ്ട് എന്ന നിലക്ക് ആ ദിവസം 1-ാം തീയതി മുതൽ നന്നായാൽ എന്തോ കാര്യമാണ് എന്ന നിലക്ക് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നതും കാണാവുന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 1-ാം തീയതിക്കും 2-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇസ്ലാമിൽ പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. ഇസ്ലാമിന്റെ 1-ാം വർഷം എന്ന് തുടങ്ങുന്നത് 1-ാം വർഷം അഥവാ ഒരു വർഷത്തിലെ 1-ാമത്തെ മാസം 1-ാമത്തെ ദിവസം അത് തുടങ്ങുന്നതാണെങ്കിൽ മുഹറം 1-നാണ്. ആ ഒരു സമയത്ത് പോലും മുഹറം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുക എന്നുള്ളതല്ലാതെ നിങ്ങൾ മുഹറം 1-ന് നന്നാകുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിൽ അടിസ്ഥാനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻഗാമികളും അത് ചെയ്തിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരും 1-ാം തീയതി മുതൽ നന്നായ ഒരു മനുഷ്യനുണ്ടാവില്ല. 1-ാം തീയതി മുതൽ മദ്യപാനം നിർത്തണം എന്ന് തീരുമാനിച്ച ആളുകൾ, 1-ാം തീയതി മുതൽ ജിമ്മിൽ പോകണം, വ്യായാമം തുടങ്ങണം, നടക്കണം, ഓടണം, ചാടണം, പലതും തുടങ്ങണം എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഒരു തീരുമാനം ഉണ്ടാവില്ല. മറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചിന്തകളിൽ നിന്നാണ്. നല്ലത് കേട്ട് ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അത് ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹിദായത്ത് അവന് ലഭിക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. ചിന്തകൾക്ക് തീ പിടിക്കുമ്പോഴാണ് അവനവനെ ഓർത്ത്, അവനവന്റെ കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, തലമുറകളെ ഓർത്ത്, ദുനിയാവിലെ കാര്യങ്ങളെ ഓർത്ത്, മരണത്തെ ഓർത്ത്, ഖബറിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, നരകത്തെ ഓർത്ത്, സുറാത്തിനെ ഓർത്ത് ചിന്തകൾക്ക് തീ പിടിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുക. വിശുദ്ധമായ ഖുർആൻ അതേ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തു സുമറിലെ 18-ാമത്തെ ആയത്തിൽ അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അൽ ഖൗൽ വചനം ശ്രദ്ധിച്ച് കേൾക്കുകയും, വചനം ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ വചനങ്ങളാണ്. പ്രവാചകന്മാർ ഓതിക്കൊടുത്ത വചനങ്ങളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓതിക്കൊടുത്ത വചനമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് മൂസാ നബി ഓതിക്കൊടുത്ത വചനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും, അല്ലദീന യസ്തമിഊനൽ ഖൗൽ, പറയുന്ന വാക്ക് ഖുർആനിന്റെ വചനം അത് ശ്രദ്ധിച്ച് കേൾക്കുകയും, ഫയത്തബിഊന അഹ്സന, അതിൽ നിന്ന് ഏറ്റവും നല്ലത് പിൻപറ്റുകയും, ഏറ്റവും നല്ലതാണ് അതിലുള്ള എല്ലാം നല്ലതാണ്, ആ നന്മകളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ. അത് 1-ാം തീയതിന്നോ 2-ാം തീയതിന്നോ 10-ാം തീയതിന്നോ ഒന്നുമില്ല. എപ്പോഴാണോ അത് കേൾക്കുന്നത്, ആ കേട്ട മാത്രയിൽ ചിന്തിച്ച് ഇതെന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്റെ ജീവിതത്തെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് ചിന്തിച്ച കേട്ട മാത്രയിൽ നന്നായ മനുഷ്യന്മാർ, നന്നാകുന്ന മനുഷ്യന്മാർ. ഒരായത്ത് കേട്ട് ആ കേട്ടുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ സ്വഹാബിമാര് നന്നായി. കാരിബിന്റെ ഹൃദയം ഉണ്ടായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും നന്നായത് ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ടാണ്.
സൂറത്ത് ത്വാഹ തന്റെ അളിയനും തന്റെ സഹോദരിയും സൂറത്ത് ത്വാഹ അത് പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഹിദായത്തിൽ ലഭിച്ചത്. ഇങ്ങനെ പല സ്വഹാബിമാർക്കും എല്ലാവർക്കും നബി ചെയ്യാറുണ്ടായിരുന്നത് ആളുകൾ ഇങ്ങനെ വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം ചീത്ത വിളിക്കും, ഒരുപാട് ചീത്ത വിളിക്കും. എന്നിട്ട് അവരുടെ ആലിഹത്തുകളെ, അവരുടെ ആരാധ്യന്മാരെ, അവരുടെ ആരാധ്യ വസ്തുക്കൾ അങ്ങനെ പുകഴ്ത്തും, പലതും പറയും. അവര് മഹാന്മാരാണ്, ഇവര് മഹാന്മാരാണ്, അവര് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാന്റെ അടുക്കൽ നാളെ നമുക്ക് വേണ്ടി ശുപാർശ പറയേണ്ട ആളുകളാണ്. യുഖർരിബുന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം എന്നൊക്കെ പറയും. ഇവരെയൊക്കെ കുറ്റം പറയാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കും, ആക്ഷേപിക്കും. മുശ്രിക്കുകൾ വന്ന്, ഖുറൈശികൾ വന്നിട്ട് വ്യക്തിപരമായും പല തരത്തിൽ ആക്ഷേപിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം കേട്ടു നിൽക്കും. അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, താങ്കൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കും. അയാൾ പറയും, അതെ കഴിഞ്ഞു. എന്നാൽ എനിക്ക് പറയാനുള്ളത് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഒരു സൂറത്ത് അങ്ങ് ഓതിക്കൊടുക്കും. ഇതാണ് നബിയുടെ ദഅവത്ത്. വന്ന ആളായിരിക്കൂല തിരിച്ചു പോകുന്നത്. വലീദ് ഇബ്നു മുഗീറ വലിയ ഖുറൈശിയായി, വലിയ പണ്ഡിതനായിരുന്നു. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ വാചാലമായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു വലീദ് ഇബ്നു മുഗീറ. ഞാനിപ്പോ ശരിയാക്കി തരാം, ഇവന്റെ ഖുർആൻ ഞാൻ അങ്ങോട്ട് തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഖുറൈശികളെ നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക്. കുറെ ഇതേപോലെ വർത്തമാനങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന പല സംസാരങ്ങളും അദ്ദേഹം നടത്തി. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സൂറത്തു ഫുസ്സിലത്ത് ഓതി കൊടുത്തു. വേറൊന്നുമില്ല, വ്യക്തിപരമായ ഉദ്ദേശങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടില്ല. സൂറത്ത് ഫുസ്സിലത്ത് ഓതി കൊടുത്തു. അതില് ചില കുറച്ചങ്ങൾ ഓതിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കുടുംബ ബന്ധത്തെ ഓർത്ത് ഒന്ന് നിർത്തണം മുഹമ്മദേ എന്ന് പറഞ്ഞു. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അത് നിർത്തി തിരിച്ചു. ഖുറൈശികൾ പുറത്ത് കാത്തിക്കണം. മുഹമ്മദിന്റെ കഥയും കഴിച്ച് വലീദ് ഇബ്നു മുഗീറ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഖുറൈശികൾ പുറത്ത്. ഇപ്പോൾ പുറത്തോട്ട് പോകുന്ന ആള് ഈ ഖുറൈശികളെ തിരിഞ്ഞു പോലും നോക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഖുറൈശികൾ അത് കണ്ടിട്ട് പറഞ്ഞു, വലീദ് മതം മാറിയെന്ന് തോന്നുന്നു, വലീദിന്റെ കാര്യം തീരുമാനമായി. ഒന്നും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ആളുകളെ, അത് അംഗീകരിക്കുന്നവരെയും അംഗീകരിക്കാത്തവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടിട്ടാണ് വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കയ്യിലേക്ക്, മനുഷ്യകുലത്തിലേക്ക്, മനുഷ്യവംശത്തിലേക്ക് കിട്ടിയത്. അത് കേൾക്കുക, അത് പഠിക്കുക, അതേ സംബന്ധിച്ച് ആഴത്തിൽ ആലോചിക്കുക. ഒരു മനുഷ്യന് നന്നാവണോ, നന്നാവാൻ പറ്റും. അവന്റെ ശരീരം പുറം മാത്രമല്ല, അടിമുടി അവൻ നന്നാകും. അവന്റെ ചിന്തകളെല്ലാം നന്നാകും. അവന്റെ പരസ്യം മാത്രമല്ല, അവന്റെ രഹസ്യങ്ങളെല്ലാം നന്നാവും. അല്ലാഹു അവർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത്, അവർക്കാണ് സന്മാർഗം കാണിക്കുന്നത്. അവരാണ് ബുദ്ധിജീവികൾ, അവരാണ് ബുദ്ധിയുള്ളവർ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ. മനുഷ്യന് മാത്രം പടച്ചറപ്പ് നൽകിയ ബുദ്ധി, സവിശേഷ ബുദ്ധി, തിരിച്ചറിവ്, വിവേകം, അത് വ്യക്തമായി ഉപയോഗിക്കുന്ന ആളുകൾ അവര് മാത്രമാണ്. ഖുർആൻ അത് കേട്ട് ചിന്തിക്കുക, ചിന്തിച്ച് മാറാനായിട്ട് കഴിയും. ഇതാണ് ഈ സമയത്ത് ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. ഇതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വന്ന ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈമാൻ എന്തായിരിക്കണം. ആ ഈമാനിന്റെ ഒന്നാമത്തെ കാര്യം മുതൽ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമായിരുന്നു. ആ അല്ലാഹുവിലുള്ള വിശ്വാസം 4 വിശ്വാസങ്ങളായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതിൽ മൂന്നാമത്തെ കാര്യമായ അൽ ഈമാനു ബി ഉലൂഹിയ്യത്തില്ല, 2 കഴിഞ്ഞ് 3 അൽ ഈമാനു
വുജൂദില്ല, അത് കഴിഞ്ഞു. അതേപോലെ തന്നെ അൽ ഈമാനു ബി ഉലൂഹിയത്തില്ല, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അത് എന്താണ് എന്ന് പറഞ്ഞു വരുന്നു. അഥവാ അത് തന്നെ ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പ്രഖ്യാപിക്കുമ്പോൾ അതിന് 7 ഷർത്തുകൾ ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കി. ആ 7 2 നമ്മൾ വിശദീകരിച്ചു, 3-ാമത്തേത് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും 2 വിശദീകരിച്ചത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ആലോചിക്കണം. അതിൽ 3-ാമത്തേത് ഇഖ്ലാസ് ആയിരുന്നു. ആ ഇഖ്ലാസിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വന്നത്. അതിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 261 മുതലുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഇതൊക്കെ ഓർമ്മയുള്ള ആളുകൾക്ക് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാം മറന്നാലും ഇതൊന്നും മറക്കൂല. അവരാണ് ഉലൈകഹും ഉലുൽ അൽബാബ്. ഖുർആൻ കേട്ട് ഈ സൗഭാഗ്യമായ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള വിശുദ്ധ ഖുർആൻ അത് കയ്യിലുണ്ടായിട്ട് അത് ഉപകാരപ്പെടുത്തുന്ന ആളുകൾ അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അല്ലാഹുവിന്റെ ഈ ഖൗലുകൾ, ഈ വചനങ്ങൾ അത് സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന, പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം സഫലമായി. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ പരാജയപ്പെട്ടു എന്ന്. മനസ്സിലാകും. ഞാൻ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് പോയി ഒരു 2 ദിവസം അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴേക്കും എന്റെ വീട്ടിന്റെ അടുത്തുള്ള 2 പേര് മരണപ്പെട്ടു. പ്രധാനപ്പെട്ട 2 പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആൾക്കും പുറത്തു കൊടുക്കട്ടെ. അവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒന്ന് എന്റെ സുഹൃത്ത് റഷീദ് കയുടെ ഉമ്മയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നാളെ അവരുടെ കുടുംബാംഗങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല അവർക്കും നമുക്കും നല്ല തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരാൾ കമ്പനിപ്പടിയിൽ ഹാർഡ്വെയർ ഷോപ്പ് നടത്തിയിരുന്ന യാക്കൂബ് ഖ ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ തലേ ദിവസം പള്ളിയിൽ വെച്ച് മഗ്‌രിബ് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാനൊരു യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ, ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ നിങ്ങളായിരിക്കും, ഇത്രയുള്ള ജീവിതം. ഈ അവസാനത്തെ അദ്ദേഹത്തിന്റെ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല മാപ്പാക്കി നൽകുമാറാകട്ടെ. അവസാനത്തെ ഈ മുഹൂർത്തത്തിൽ സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കുന്നവരാണ് വിജയികൾ. അവസാനം വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്ര ഹൈലിയായി ജീവിച്ചു എന്നുള്ളതല്ല, നമുക്ക് ഈ സൊസൈറ്റിയിൽ എന്ത് സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് മരണത്തിന്റെ സമയത്ത് നിരാശയോടെ കരഞ്ഞുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മറിച്ച് മലക്കുകൾ വന്നുകൊണ്ട് നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തി ലഭിച്ചവനായി, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനായി, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവനായി നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന മലക്കുകളുടെ ആ ശബ്ദം നമുക്ക് കേൾക്കണം. അള്ളാഹുവിന്റെ അടിയാന്മാരിൽ നീ ഉൾപ്പെട്ടുകൊള്ളുക, സ്വർഗവാസികളിൽ നീ ഉൾപ്പെട്ടുകൊള്ളുക എന്ന് ഒരു മനുഷ്യന് കേട്ട് മരിക്കാൻ സാധിച്ചാൽ സഹോദരങ്ങളെ, അതിന് വലിയ വിജയം ദുനിയാവിൽ വേറെ വരാനില്ല. അതിനെന്ത് വേണം? വിശുദ്ധ ഖുർആനിന്റെ കേൾവിക്കാരായി മാറണം. വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളും പ്രചാരകരും പ്രബോധകരും പ്രയോക്താക്കളുമായി മാറണം. ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവന്റെ ആകാശത്ത് നിന്ന് നമുക്ക് ഇറക്കി തന്ന കയറാണ്, രക്ഷയുടെ കയറാണ് ആ വിശുദ്ധമായ ഖുർആൻ. അത് എടുക്കാനും പിടിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സ്വദഖ യത്ബഉഹാ അദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിൽ 262 നമ്മൾ വിശദീകരിച്ചു. 263ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറ. മഅറൂഫായ ഒരു വാക്ക്, മഅറൂഫായ ഒരു വാക്ക്, നല്ല ഒരു വാക്ക്. നല്ല ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗലുൻ മഅറൂഫ്. ഖൗലുൻ മഅറൂഫ് എന്ന് പറഞ്ഞാൽ കലാമുൻ ഹസൻ, നല്ല വാക്ക്, ഹസനായ വാക്ക്, മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന വാക്ക്, വെറുപ്പിക്കുന്ന വാക്കല്ല, വിദ്വേഷത്തിന്റെ വാക്കല്ല, വേദനിപ്പിക്കുന്ന വാക്കല്ല, മറിച്ച് ഖൗലുൻ ഹസൻ, ഹസനായ വാക്ക്. വറദ്ദുൻ അലസ്സാഇലി ജമീൽ. എന്നിട്ട് ചോദിച്ചു ഒരാൾക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിലും, ഒന്നും കൊടുക്കാനില്ല, പക്ഷേ
സാഇലി ഖൗലുൻ ജമീൽ, ജമീലായ ഒരു വാക്ക് അയാളോട് പറഞ്ഞു. അതാണ് വകാല കൽബി ദുആഉ സ്വാലിഹിൻ യദ്ഉ ലി അഖീഹി ബി ളുഹ്രിൽ ഗൈബ്. ഗൈബിയായ തന്റെ സഹോദരൻ ഇല്ലാത്ത സമയത്ത്, അദൃശ്യമായ സമയത്ത് തന്റെ സഹോദരൻ അടുത്തില്ലാത്ത സമയത്ത് ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക. അതാണ് ഖൗലുൻ മഅറൂഫ്. രണ്ട് ഓരോന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 ഖാല മുഹാഖ് പറഞ്ഞു നസലത് ഫി ഇസ്ലാഹി ദാതിൽ ബൈൻ, നിങ്ങൾ പരസ്പരമുള്ള ബന്ധം നന്നാക്കലിനെ പറ്റിയാണ് ഖൗലുൻ മഅറൂഫ് എന്ന സൂറത്തുൽ ബഖറ 263 പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ തമ്മിൽ ബന്ധങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാൻ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അറിയാം. നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന നിസ്സാരമായ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കർമ്മശാസ്ത്ര മസാലകൾ അത് വലിയ പ്രശ്നമാക്കി അവതരിപ്പിക്കാനും അത് ജനങ്ങൾക്കിടയിൽ വലിയ ഫിത്നക്കും ഫസാദിനും വളം വെക്കാനും ഒക്കെ നമുക്കറിയാം. ഇവിടെ അല്ലാഹ് പറഞ്ഞ വാക്ക് എന്താണ്? നസലത്ത് ഫീ ഇസ്ലാഹി ദാതിൽ ബൈൻ. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഐക്യമെന്നുള്ളത്, മുസ്ലിം ഐക്യമെന്നുള്ളത്, ഇസ്ലാമിക ഐക്യമെന്നുള്ളത് അത് ഇവിടെ ആർക്കും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊന്നല്ല, മറിച്ച് അത് അല്ലാഹ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നമസ്കാരത്തിൽ പോലും ഒരുമിച്ച് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഒരുമിച്ച് പോകാൻ, ഭക്ഷണം കഴിക്കുന്നെങ്കിൽ ഒരുമിച്ച് കഴിക്കാൻ, അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഐക്യത്തോടെ ഒരുമയോടെ ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണ്, അടിസ്ഥാന കാര്യമാണ്. രണ്ടാളുകൾ തമ്മിലുള്ള വിഷയങ്ങൾ രണ്ട് സംഘടനകൾ ഏറ്റെടുക്കുന്നു, രണ്ട് പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു, രണ്ട് മഹല്ലുകൾ ഏറ്റെടുക്കുന്നു, രണ്ട് പാർട്ടികൾ ഏറ്റെടുക്കുന്നു. ഇന്നലെ വരെ മിണ്ടിയ ആളുകൾ, പരസ്പരം ഒരുമിച്ച് നിന്ന് നമസ്കരിച്ച ആളുകൾ, ഇന്നലെ എന്റെ നേതാവ് വേറൊരാൾ എന്തൊക്കെ പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എന്റെ നേതാവ് എന്ത് പറഞ്ഞാലും ഞാൻ അതിന്റെ കൂടെ, മറ്റയാളെ എന്ത് നന്മ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ ഒരു ശൈലി ശരിയായ ഒരു രീതിയല്ല, ശരിയായ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കണം, പരസ്പരമുള്ള ബന്ധം നിങ്ങൾ നന്നാക്കണം. അതാണ് എന്ത്? ഖൗലുൻ മഅറൂഫ്, മഅറൂഫായ ഖൗല് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 263-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് ഇതാണ്. നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ, മനുഷ്യന്മാരെ നന്നാക്കിക്കൊണ്ടേയിരിക്കണമെന്നാണ്. അതുപോലെ പാപമോചനം, പുറത്തു കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? അവന്റെ കുറവുകൾ മറച്ചു വെക്കുക. തന്റെ സഹോദരന്റെ കുറവുകൾ അറിയുമെങ്കിൽ അതെന്ത് ചെയ്യുക? അത് മറച്ചു വെക്കുക. നമ്മൾ നമ്മുടെ സഹോദരന്റെ കുറവുകൾ അറിയുമെങ്കിൽ അതെന്താ? പാട്ടാക്കുകയാണ്. കുറവുകൾ അറിയുമെങ്കിൽ മാത്രമല്ല, ഒന്നുമില്ലാത്ത കാര്യങ്ങളും പാട്ടാക്കുകയാണ്. ഒരാൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും വരെ പാട്ടാക്കുകയാണ്. അവന്റെ രഹസ്യങ്ങളെ നീ പരസ്യമാക്കരുത്, വഷളാക്കരുത് അവനെ. നിന്റെ മുസ്ലിം സഹോദരനെ നീ വഷളാക്കരുത്. അതാണ് മഗ്ഫിറ. അവൻ പുറത്തു കൊടുക്കുക, നിന്നോട് ചെയ്ത തെറ്റിനെ പോലും പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അവനെ നല്ല രീതിയിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഖൈറും മിൻ സ്വദഖ, അത് സ്വദഖയേക്കാൾ ഖൈറാണ്. ഈ രണ്ട് കാര്യങ്ങൾ സ്വദഖയേക്കാൾ ഖൈറാണ്. ഏത് തരത്തിലുള്ള സ്വദഖ? യത്ബഉഹാ അദാ, അദാ തുടർന്നു വരുന്ന സ്വദഖകൾ. അദാ എന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. മന്ന് വൽ അദാ എന്താ നമ്മൾ മനസ്സിലാക്കി. ആ അദാ ഉപദ്രവിക്കൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, തുടർന്നു വരുന്ന, എടുത്തു പറഞ്ഞിട്ട് മറ്റുള്ളവരെ വഷളാക്കൽ, തുടർന്നു വരുന്ന കാര്യങ്ങൾ. ചോദിച്ചോനെ നാണം കെടുത്തൽ, കൊടുത്തോനെ നാണം കെടുത്ത്, അവനെ കുറവാക്കൽ, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കല്. അതാണ് അദാ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള, അവന്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വല്ലാഹു ഗനിയ്യുൻ ഹലീം. അല്ലാഹു ഗനിയാണ്, അല്ലാഹു ഹലീമാണ്. അഥവാ അതായത് മുസ്തഖിറുൻ അൻ സ്വദഖത്തിൽ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അള്ളാന്റെ അടിമകൾക്ക് സ്വതക്ക കൊടുക്കാൻ, അത് എത്തിക്കണ്ടവരുടെ കയ്യിലൂടെ എത്തിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ് എന്ന് ഹലീമും കൂടിയാണ്. അതായത് ഹലീം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മന്നും അതയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുത്ത നന്മകൾ എടുത്തു പറയുന്ന ആളുകൾ, ആ ആളുകളോട് പെട്ടെന്ന് ശിക്ഷിക്കൂല.
ഒരു തെറ്റിങ്ങനെ വന്നു ഇങ്ങനെ പറഞ്ഞുപോയി. പക്ഷേ ഖുർആനിലുള്ള ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് അറിയുന്നത്, അത്ര ഗൗരവത്തോടു കൂടി അറിയുന്നത് ഇന്ന സമയത്താണ്. അതുകൊണ്ട് അല്ലാഹ് പൊറുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പൊറുക്കും. ലാ യുഅജ്ജലു ബിൽ ഉഖൂബ അലാ മൻ യമുന്നു വയുദീ ബിസ്സദഖ. സ്വതക്ക കൊടുത്തത് എടുത്തു പറയുകയും അതിൽ മഞ്ഞ് കാണിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളെ ഉടനെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. അല്ലാഹ് ഹലീമാണ് എന്ന് പറഞ്ഞ ഹലീം എന്നതിന്റെ അർത്ഥം അതാണ്. ക്ഷമയുള്ളവനാണ് അല്ലാഹ്, സഹനമുള്ളവനാണല്ല, സഹനശീലനാണല്ല, കാത്തിരിക്കുന്നവനാണല്ല. എന്റെ അടിമ അവൻ നന്നാകും എന്ന് കാത്തിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹലീമാണല്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അലേ വിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങളുടെ സ്വതക്കകളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും മഞ്ഞ് പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. എന്റെ അടുക്കലാണ് പ്രതിഫലമുള്ളത്. മനുഷ്യർക്ക് നിങ്ങൾക്ക് പ്രതിഫലം തരാൻ കഴിയില്ല. നിങ്ങൾക്കുള്ള പ്രതിഫലമുള്ളത് എന്റെ അടുക്കലാണ്. അത് നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. നിങ്ങൾ അധ്വാനിച്ച് നേടിയ സമ്പത്ത് കൊടുക്കുന്ന ആ സ്വതക്ക അത് നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങളത് ബാത്തിലാക്കി കളയരുത്. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി പൈസ ചെലവാക്കുന്ന ആളുകൾ, ചെലവാക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ റെഡിയാണ്. 10 ലക്ഷം ഞാൻ തരാം, പക്ഷേ എന്റെ മുഖം ഫ്ലക്സ് ബോർഡിൽ അടിച്ച് നിങ്ങൾ വെക്കണം, ബസ് സ്റ്റോപ്പിൽ വെക്കണം, നിങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയിൽ എന്റെ പേരുണ്ടാകണം, എനിക്ക് അധ്യക്ഷത്തിന്റെ സ്ഥാനം എനിക്ക് തരണം, എന്നെ പ്രസിഡീയത്തിൽ അലങ്കരിക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി വെക്കണം, പ്രതിഷ്ഠിക്കണം. ഇങ്ങനെ ഈ രീതിയിൽ പണം തരാം, എന്നാൽ എനിക്ക് എന്റേതായ കുറെ ഭൗതികമായ താല്പര്യങ്ങൾ അത് നേടാൻ നിങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന ആളുകൾ ലാ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ പരലോകത്തിലോ അല്ലാഹുവിലോ ഒരു വിശ്വാസമുള്ള ആളുകൾ അല്ലവര്. ഫമസലുഹു, അവന്റെ ഉപമ കമസലി സഫ്വാൻ, ഒരു മിനുസമുള്ള ഒരു പാറ പോലെയാണ്. അലൈഹി തുറാബുൻ, ആ മിനുസമുള്ള ഒരു പാറയുടെ മുകളിൽ ഒരൽപ്പം എന്തുണ്ട്? തുറാബുണ്ട്, ഒരൽപ്പം മണ്ണുണ്ട്. ഫഅസാബഹു വാബിലുൻ ഫതറകഹു സുൽദ, അങ്ങനെ ശക്തമായ ഒരു വാബിൽ അതുണ്ടായി, ശക്തമായ മഴയുണ്ടായി. ഫതറകഹു സുൽദ, ആ മണ്ണും അതിന് മുകളിൽ ഉണ്ടായിരുന്ന ആ ചെടിയും വൃക്ഷങ്ങളും എല്ലാം കടപുഴക്കി കൊണ്ടുപോയി. ലാ യഖദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവർ അധ്വാനിച്ചത് അത് എടുക്കാൻ അവർക്ക് കഴിയില്ല, അത് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെ നിയന്ത്രിക്കുന്നത് അവരായിരുന്നില്ല അല്ലാഹ്. അവർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അത്തരം നിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴി കാണിച്ചു കൊടുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ്, ആ ഹദീസ് വന്ന സമയം സാഹചര്യം മനസ്സിലാക്കണം. അന്ന ശുഫൈൽ അസ്ബഹി, പ്രമുഖ താബിഈ വര്യനാണ്. ഹദ്ദസഹു അന്നഹു ദഖല മദീന, അദ്ദേഹം മദീനയിൽ പ്രവേശിച്ചു, പള്ളിയിൽ പ്രവേശിച്ചു, മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചു. ഫഇദാ ഹുവ ബിറജുലിൻ ഖദ് ഇജ്തമഅ അലൈഹി നാസ്, ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്, ജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിട്ടുണ്ട്. ഇതിനുള്ളതാണ് പള്ളി, അത് നടക്കണം, പള്ളിയിൽ നടക്കണം, പള്ളിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നടക്കണം. ഫഖാല മൻ ഹാദ, അദ്ദേഹം ചോദിച്ചു, ആരാണത്? ഖാലു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പള്ളിയിൽ ഒരാളിരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ദർസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആയത്തുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ. അത് നടക്കണം, നമ്മുടെ പള്ളികളിലും അത് നടക്കണം. നടന്നില്ലെങ്കിൽ പള്ളി എന്ന് പറയാൻ പറ്റൂല. പള്ളി എന്ന് നമസ്കരിക്കുന്നതിന് മാത്രമുള്ളതല്ല, പള്ളി ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള കേന്ദ്രമാണ്, മൊത്തത്തിലുള്ള സാഹിത്യ സാംസ്കാരിക മതം കേന്ദ്രമാണ് പള്ളി എന്നുള്ളത്. ദീനിന്റെ സർവമാന കാര്യങ്ങളും പള്ളിയിൽ നിന്ന് തുടങ്ങി പള്ളിയിൽ അവസാനിക്കണം. പള്ളി അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ കാര്യമാണ്. അത് നമസ്കാരം മാത്രം നടക്കുന്നതിനുള്ള സ്ഥലമല്ല. ഉലൂമുകൾ, വലിയ വലിയ ഉലൂമുകൾ, അത് തുടങ്ങേണ്ടത്, അത് പഠിക്കേണ്ടത്, നടക്കേണ്ടത് പള്ളിയിലാണ്. നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. അബൂ ഹുറൈറയാണ് ആയിരിക്കുന്നത്. ഫദനൗതു മിൻഹു, രണ്ടാമത് മനസ്സിലാക്കേണ്ട പോയി. ഫദനൗതു മിൻഹു, അദ്ദേഹത്തോട് ഞാൻ അടുത്തു ചെന്നു. പണ്ഡിതന്മാരുമായി, ഉലമാക്കളുമായി, ഉഖറവിയായ ഉലമാക്കളുമായി ബന്ധങ്ങൾ ഉണ്ടാകണം, ചോദിച്ചു പഠിക്കണം, അന്വേഷിക്കണം, അതിന് പണ്ഡിതന്മാരുണ്ടാകണം. ഫദനൗതു മിൻഹു, അദ്ദേഹത്തോട് ഞാൻ അടുത്തു നിന്നു, ദൂരെ പോയില്ല.
അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഞാനിരുന്നു. എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പോലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഇൽമിന്റെ ഒരു മജ്ലിസിൽ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പോലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഞാൻ ഇരുന്നു. അത് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കൂടിയുണ്ട്. ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഒരു ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? മൽ ഈമാൻ, എന്താണ് ഈമാൻ? മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? ഉപകാരപ്രദമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതും അവിടെ ജിന്നുണ്ടോ, ഇവിടെ മലക്കുണ്ടോ, മറ്റേ ഔല്യ കേക്കോ, CM മടവൂർ അങ്ങനെ പറക്കോ, മറ്റൊരു ഈ ജാതി ഒരു ഉപകാരവുമില്ലാത്ത നാശത്തിന്റെ ചോദ്യങ്ങളെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ ചോദ്യം പഠിപ്പിച്ചത് എന്ത് നമ്മൾ പഠിക്കണമെന്ന് മക്കളോട് ചോദിച്ചു നോക്കൂ. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? അർക്കാനുൽ ഇസ്ലാം എത്രയാണ്? നിങ്ങളോട് സ്വയം ചോദിച്ചു നോക്കൂ. അറിയോ അർക്കാനുൽ ഇസ്ലാം? ഒരു മനുഷ്യൻ അറിയൽ നിർബന്ധമായ കാര്യം. അർക്കാനുൽ ഇസ്ലാം കം അർക്കാനുൽ ഇസ്ലാം? ഇസ്ലാമിന്റെ റുക്നുകൾ എത്രയാണ്? കം അർക്കാനുൽ ഈമാൻ? ഇസ്ലാമിന്റെ ഈമാനിന്റെ റുക്നുകൾ എത്രയാണ്? നിർബന്ധമായും ഒരു മുസ്ലിം അറിയേണ്ട, പഠിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് അറിയുമോ സഹോദരങ്ങളെ? നമ്മുടെ മക്കൾക്ക് അറിയുമോ സഹോദരങ്ങളെ? നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് അറിയും. ഇത് ആര് പഠിക്കും, എപ്പ പഠിക്കും, എന്തിനു പഠിക്കും, ഏത് കാലത്ത് പഠിക്കും? ഇനി ആര് ഇതിന് മുൻകൈയിട്ടിറങ്ങും? സഹോദരങ്ങളെ മനസ്സിലാക്കണം. ആരിതിന് മുൻകൈ എടുത്തിറങ്ങും ഇത്തരം പഠിപ്പിക്കുന്നതിന് വേണ്ടി? ആരിതിന് മുൻകൈ എടുത്തിറങ്ങും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇരിക്കേണ്ട. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വന്നിരുന്നത് റുകുബത്തൈഹി അലാ റുകുബത്തൈഹി എന്ന ഹദീസിൽ പ്രയോഗം. പ്രവാചകന്റെ മുട്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാൽമുട്ടുകളും രണ്ടും ചേർത്ത് വെച്ചു. ആ ഹദീസിന്റെ ശറഹിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇൽമു പഠിക്കാൻ ഏറ്റവും അടുത്തിരിക്കുക എന്ന്, ഏറ്റവും മുമ്പിലിരിക്കുക എന്ന് അവിടെ പറയപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് വഹല, ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയപ്പോ ഒരു സംശയം ചോദിക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? വഹല, ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോ, കാരണം എനിക്കൊരു സംശയം ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് ആ സംശയം ഉണ്ടാവില്ല. എന്റെ ആ ചോദ്യം കേട്ടിട്ട് മറ്റോൻ എന്തായിത്തീരും? വസ്വാസിലായിത്തീരും. അതിനുള്ള പണിക്ക് നിൽക്കണ്ട. അത്തരം ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളോട് ചെന്ന് ആളുകളില്ലാത്ത സമയത്ത് ചെന്ന് ചോദിക്കാം. അതെ ഉസ്താദെ അല്ലെങ്കിൽ മൗലവി, എന്താണ് ഇതിന്റെ ഒരു ഹുക്കം, ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഹദീസ് അല്ലെങ്കിൽ എന്താണ് ഇന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കാം. അതാണ് അതിന്റെ ശരിയായ വശം. അപ്പൊ അവർക്ക് മനസ്സിലാക്കി തരും. ഖുൽതു ലഹു അൻഷുദുകല്ലാഹു ബിഹഖ്ഖിൻ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വഴി കാണിച്ചു തരട്ടെ, താങ്കൾക്ക് നന്മ നൽകട്ടെ എന്നിങ്ങനെയുള്ള പ്രയോഗമാണ്. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ചോദിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഫായിദ, വീണ്ടും അടുത്ത ഫായിദ, സമിഅതു, ഞാൻ കേട്ടു. നല്ല ബോധ്യം വേണം സഹോദരങ്ങളെ. ഓരോ ആയത്തുകളും നമ്മൾ കേൾക്കണം, നമ്മൾ കേട്ടു പോകണം. ഓരോ ആയത്തുകളും അതിന്റെ തഫ്സീർ സഹിതം നമ്മൾ കേട്ടു പോകണം. ഓരോ ഹദീസ്, ആ ആയത്തുകൾ എത്ര കേൾക്കാൻ പറ്റിയോ, എത്ര പഠിക്കാൻ പറ്റിയോ, അവിടെയാണ് സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം. ഓരോ ഹദീസുകളും, ആ ഹദീസ് പറയുന്നവര് പറയാറില്ല സ്വഹാബിമാര്, സമിഅതു, ഞാൻ കേട്ടു, ഞാൻ കേട്ടു എന്ന് പറയാറില്ല. ഇങ്ങനെ എത്ര ഹദീസ് ഞാൻ കേട്ടു, ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയുന്ന എത്ര ഹദീസുകളുണ്ട് സഹോദരങ്ങളെ. നമ്മളുമായി എന്ത് ബന്ധം? നമ്മുടെ മക്കളുമായി എന്ത് ബന്ധം? നമുക്കൊരു ഏകദേശമായ ഒരു ധാരണ അങ്ങനെയൊക്കെ ഉണ്ടോ? ആയിരിക്കാം. അല്ല, ഈ ദീനിന്റെ വിഷയം കൃത്യമായി നമ്മൾ സമിഅതു, ഞാൻ കേട്ടു, എനിക്കത് ഓർമ്മയുണ്ട്, എനിക്കത് അറിവുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അമലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ 5000-ത്തിലധികം ഹദീസുകൾ കേവലം 3 കൊല്ലം കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കേവലം 3 കൊല്ലം കൊണ്ട്, വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ ജീവിതം കൊടുത്തിട്ടാണ് കിട്ടിയത്. വിശപ്പ് സഹിച്ചിട്ടാണ് കിട്ടിയത്. ദാഹം ശമിച്ചിട്ടാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ടാണ് കിട്ടിയത്. ജീവിതം ഉപേക്ഷിച്ചുകൊണ്ടാണ് കിട്ടിയത്. സുഖങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, സൗകര്യങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. നമുക്ക് മനുഷ്യന്മാരെ അല്ലാഹ് എല്ലാം തന്നിട്ടില്ലേ?
കുടുംബം തന്നില്ലേ? നല്ല മനോഹരമായ കുടുംബം അല്ല തന്നില്ലേ? ഭാര്യയെ തന്നില്ലേ? ഭർത്താവിനെ തന്നില്ലേ? മക്കളെ തന്നില്ലേ? വാഹനങ്ങൾ തന്നില്ലേ? വീടുകൾ തന്നില്ലേ? ജോലി തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? എല്ലാം അല്ലാഹു തആല തന്നില്ലേ? ആഴ്ചയിൽ 1 മണിക്കൂർ മാറ്റി വെക്കാൻ നമുക്കുണ്ടോ? ദീന് പഠിക്കാൻ ആഴ്ചയിൽ 3 ക്ലാസ് പള്ളിയിൽ നടക്കണം. ഒരു ക്ലാസ് ഖുർആനിന്റെ ക്ലാസ് പള്ളിയിൽ നടക്കണം. രണ്ടാമത്തെ ക്ലാസ് ഹദീസുകളെ സംബന്ധിച്ചുള്ള ക്ലാസ് പള്ളിയിൽ നടക്കണം. മൂന്നാമത്തെ ക്ലാസ് ഫിഖഹിനെ സംബന്ധിച്ചുള്ള ഫിഖഹിയായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള 3 ക്ലാസ് ഒരു പള്ളിയിൽ ആഴ്ചയിൽ നടക്കണം. നടന്നേ പറ്റൂ. ഇൽമ വേണോ? നടക്കണം. സ്വർഗം വേണോ? ചെയ്യാണ്ട് രക്ഷയില്ല. ഇതാ ചെയ്യേണ്ടത്. ഇതിനാണ് സമ്പത്ത്, ഇതിനാണ് സമയം, ഇതിനാണ് പള്ളി, ഇതിനാണ് മദ്രസ, ഇതിനാണ് സംഘടന, ഇതിനാണ് പ്രസ്ഥാനം, ഇതിനാണ് നേതാക്കന്മാർ, ഇതിനാണ് പണ്ഡിതന്മാർ, ഇതിനാണ് എല്ലാവരും വേണ്ടത്. ഇതിന് ആഴ്ചയിൽ 3 ക്ലാസുകൾ ചുരുങ്ങിയത് നടക്കണം. ഖുർആനിന്റെ ക്ലാസ്, ഹദീസിന്റെ ക്ലാസ്, ഫിഖഹിന്റെ ക്ലാസ്. എങ്ങനെ നിസ്കരിക്കുന്നു നമുക്ക് മക്കൾക്ക് അറിയില്ല. എങ്ങനെ സുജൂദ് ചെയ്യണം അറിയില്ല. വലിയ ആൾക്കാർക്ക് അറിയില്ല. സഫ് നിൽക്കേണ്ടത് എങ്ങനെയാണ് അറിയില്ല. ഒന്നും അറിയില്ല. ഫാത്തിഹ ഓതേണ്ടത് എങ്ങനെയാണ് അറിയില്ല. ഫാത്തിഹ ഓതൽ ശരിയാവാതെ നിസ്കാരം ശരിയാവാൻ മനുഷ്യന്മാരെ, ഇങ്ങനെ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട പാഠങ്ങൾ എങ്ങനെ പഠിക്കും? എപ്പോഴും അത് പഠിക്കും നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നല്ലാഹ ഇദാ കാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു ഇലൽ ഇബാദി ലിയഖ്ദിയ ബൈനഹും, അവന്റെ അടിമകളിലേക്ക് അടിയാറുകളിലേക്ക് അല്ലാഹു ഇറങ്ങി വരും. വകുല്ലു ഉമ്മത്തിൻ ജാഫിയ, എല്ലാ ഉമ്മത്തുകളും മുട്ടുകുത്തിയവരായ നിലയിൽ അവരെങ്ങനെ നിൽക്കുകയാണ്. ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം വിളിക്കുന്നത് 3 ആളുകളെ. ഹിസാബ് ചെയ്യാൻ വേണ്ടി ആദ്യം വിളിക്കുന്ന 3 ആളുകൾ. റജുലുൻ ജമഅൽ ഖുർആൻ, ഖുർആൻ ജംഅ് ചെയ്ത ഒരാൾ, ഖുർആനിനെ സംബന്ധിച്ച് എല്ലാം അറിയുന്ന ഹാഫിളായ, അതിന്റെ മഅന അറിയുന്ന, ആശയങ്ങൾ അറിയുന്ന ഒരാൾ. 2 വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഒരാൾ. വറജുലുൻ കസീറുൽ മാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധാരാളമായി ധനം ചെലവഴിച്ചിരുന്ന ഒരാൾ. ഇങ്ങനെ 3 ആളുകളെയാണ് അവിടെ കൊണ്ടുവരിക. ഫയഖൂലുല്ലാഹു ലിൽ ഖാരി, ഈ ഖാരിയനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അലം ഉഅല്ലിം കമാ അൻസൽതു അലാ റസൂലി, എന്റെ റസൂലിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നില്ല? അവതരിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നില്ല? ഫഖാല ബല യാ റബ്ബ്, അല്ലാഹ് എനിക്ക് പഠിപ്പിച്ചു, നീ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു. ഖാല ഫമാദാ അമിൽത ഫീഹാ അലിംത, നീ അറിഞ്ഞതിൽ നിന്ന് എന്ത് അമലാണ് നീ ചെയ്തത്? എന്ത് അമലാണ് നീ ചെയ്ത? അദ്ദേഹം പറഞ്ഞു, കുന്തു അഖൂമു ബിഹി ആന അല്ലൈലി വ ആന അന്നഹാർ, ഞാൻ ആ ഖുർആൻ കൊണ്ട് രാത്രിയും പകലിലും ഞാൻ അതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. ഫയഖൂലുല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തോട് പറയും, കദബ്ത, താങ്കൾ കളവാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്. വതഖൂലു ലഹുൽ മലായിക, മലക്കുകളും അവനോട് പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. വയഖൂലുല്ലാഹു തആല, അല്ലാഹു പറയും, ബൽ അറദ്ത അൻ യുഖാല ഫുലാനുൻ ഖാരി, നീ ഒരു ഖാരിയായ മനുഷ്യനാണ്, ഖുർആൻ പണ്ഡിതനാണ്, ആലിമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നീ പഠിച്ചത്. ജനങ്ങളെ കൊണ്ട് നീ ഒരു ഖാരിയാണ്, ഖുർആൻ പണ്ഡിതനാണ്, ഖുർആൻ പഠിച്ച ആളാണ് എന്ന് പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നീ പഠിച്ചത്. ഫഖദ് ഖീല ദാലിക, അത് ദുനിയാവിൽ വെച്ച് പറഞ്ഞു പോയി. ദുനിയാവിൽ വെച്ച് ആളുകൾ പറഞ്ഞു, പ്രശസ്ത പണ്ഡിതൻ, പ്രഗൽഭ പണ്ഡിതൻ, പ്രമുഖ കാരി പറഞ്ഞു പോയി ദുനിയാവിൽ വെച്ച്. രണ്ടാമത് കൊണ്ടുവരും, ധനം കൊടുത്ത്, അല്ലാഹു ധനം കൊടുത്ത് അനുഗ്രഹിച്ച മനുഷ്യനെ കൊണ്ടുവരും. ഫയഖൂലുല്ലാഹു ലഹു, അല്ലാഹു തആല അവനോട് ചോദിക്കും, അലം ഉവസ്സിഅ അലൈക ഹത്താ ലം അദഅക തഹ്താജു ഇലാ അഹദിൻ, ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ആവശ്യമില്ലാത്ത വണ്ണം നിന്നെ ഞാൻ തെഞ്ഞെടുക്കിയില്ലേ? നിനക്ക് പണം സമ്പത്ത് ഞാൻ വാരിക്കോരി നൽകിയില്ലേ? ഖാല ബല യാ റബ്ബ്, എന്റെ റബ്ബേ ശരിയാണ്. ഫമാ അമിൽത ഫീമാ ആതൈതുക, നിനക്ക് ഞാൻ നൽകിയ സമ്പത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു? ഖാല കുന്തു അസിലുർ റഹിം വഅതസദ്ദഖ്, ഞാൻ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ചേർത്തു. വഅതസദ്ദഖ്, ഞാൻ സ്വതക്ക നൽകുകയും ചെയ്തു. ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ഒരു ഫായിദ ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്തു എന്നല്ല പറഞ്ഞ, ആദ്യം പറഞ്ഞ എന്താണ്? ഞാൻ കുടുംബ ബന്ധങ്ങളെ ചേർത്തു എന്നാണ്. അപ്പൊ സമ്പത്ത് കൊണ്ട് ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? അതന്നെ ചെയ്യേണ്ടത്, കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. സമ്പത്ത് കൊണ്ട് എന്താണ് ആദ്യം ചെയ്യേണ്ട പണി?
കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. നമ്മൾ സാധാരണ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പൈസ ഇല്ലാത്ത സമയം വരെ കുടുംബക്കാരടുത്ത് ഇങ്ങനെ പോക്കും പരിപാടിക്കും. കുറച്ച് കാശുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരൊന്നും വേണ്ടാത്ത അവസ്ഥയാണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. പണം കൊണ്ട് കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. ഭക്ഷണം മേടിച്ചു കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്, അവരുടെ വീട്ടുകളിൽ ചെന്നുകൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്നും. അവർക്ക് ജോലിയാണോ, അവർക്ക് വീടാണോ, അവർക്ക് വണ്ടിയാണോ, അവർക്ക് മൊബൈലാണോ, അവർക്ക് ഷർട്ടാണോ, അവർക്ക് മറ്റേതെങ്കിലും സാധനങ്ങളാണോ, എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ നീ തന്നെയാണ്. ഏറ്റവും യോഗ്യനായ മനുഷ്യൻ. ഞാൻ ഇന്നലെ പോയി വരുന്ന അങ്ങനെ ഒരു സ്ഥലത്താണ്, തിരുവനന്തപുരത്തുള്ള ഒരു രാജകുമാരി എന്ന് പറയുന്ന ഒരു വലിയ ജ്വല്ലറി ഉടമ. അദ്ദേഹം ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തില് കഴിവില്ലാത്ത ആളുകൾക്ക് മുഴുവൻ അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള, എന്നിട്ട് ആള് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വലിയ ബന്ധമുള്ള ആൾക്കാരൊന്നുമല്ല, അകന്ന ബന്ധത്തിലുള്ള എന്തോ ഒരു ചെറിയ ബന്ധമുള്ള ആളുകൾക്ക് പോലും ഇല്ലാത്തവർക്ക് എന്ത് വെച്ച് കൊടുത്തു, വീട് വെച്ച് കൊടുത്ത അങ്ങനത്തെ ആളുകൾ ദുനിയാവിലുണ്ട് മനുഷ്യന്മാരെ. അപ്പോ കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ സമ്പത്ത്, ഒന്നാമതായി സമ്പത്ത് ഉപയോഗിക്കേണ്ടത് അതാണ്. രണ്ട്, പറഞ്ഞു കളവാണ് നീ പറഞ്ഞത്, മലക്കുകൾ പറയും കളവാണ് നീ പറഞ്ഞത്. പറയും ഔദാര്യവാനായ ഉദാരമതിയായ ഒരു മനുഷ്യനാണ് താങ്കൾ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സദഖയൊക്കെ താങ്കൾ ചെയ്തത്, നീ ചെയ്തത്. അത് പറഞ്ഞു കഴിഞ്ഞു, ദുനിയാവിൽ അത് പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്ത് കൊല്ലപ്പെട്ട മനുഷ്യരെ മൂന്നാമത് കൊണ്ടുവരും. ഏത് മാർഗത്തിൽ നീ കൊല്ലപ്പെട്ട? നീ എന്നോട് കൽപ്പിച്ചു, ജിഹാദ് കൊണ്ട് കൽപ്പിച്ചു. ഫീസബീലിക്കത്തിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്തപ്പോൾ കളവാണ് നീ പറഞ്ഞത്. മലക്കുകൾ പറയും കളവാണ് നീ പറഞ്ഞത്. അല്ലാഹു പറയും ധൈര്യവാനായ ഒരു മനുഷ്യനാണ് അയാൾ, ധൈര്യമുള്ള ഒരു മനുഷ്യനാണ് അയാൾ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. അത് പറയപ്പെട്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തുടകളിൽ കാൽമുട്ടുകളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞ അബൂ ഹുറൈറ, ഉലൈക സലാസ, ഈ മൂന്നാളുകളുണ്ടല്ലോ, അവ്വലു ഖൽഖിൻ തുസഅറു ബിഹിൻ നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം ആദ്യമായി കത്തിക്കപ്പെടുന്നത് ഈ മൂന്നാളുകൾക്ക് വേണ്ടിയായിരിക്കും അബൂ ഹുറൈറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ചെയ്യുന്ന അമലുകളല്ല പ്രധാനം, ആ അമലുകൾ എന്തടിസ്ഥാനത്തിൽ ചെയ്തു, ആരുടെ ഉദ്ദേശത്തിൽ ചെയ്തു, എന്ത് നിയ്യത്തിൽ ചെയ്തു എന്ന ഇഖ്ലാസ് ആണ് പ്രധാനം എന്ന് ഈ ചരിത്രങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ, മുഖ്ലിസീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.